ഹായ്, ഏഞ്ചലാണ്. കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പമ്പ് ചെയ്ത് കിട്ടുന്ന ഒരു ടൈമിങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കാൾ ഉപരി നമ്മൾക്ക് ആവശ്യമില്ലാത്ത, സമൂഹത്തിന് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൊടുക്കുന്ന, സമൂഹത്തിനെ ടോക്സിക് ആക്കുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂസും അത്തരത്തിലുള്ള ആളുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞാടുന്നത്. വളരെ നല്ല രീതിയിൽ കണ്ടൻറ് ഇട്ടിരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ, അല്ലെങ്കിൽ നല്ല സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ വളരെ വൾഗറായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അറൗണ്ട് 90% യൂട്യൂബും ഞാൻ കാണുന്നതാണ്. അതിൽ ഞാൻ കാണുന്ന യൂട്യൂബിലെ 90% ആളുകളും ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ. പിന്നീടത് എന്ത് കിട്ടിയാലും ട്രെൻഡിങ് എന്ന ലെവലിലേക്ക്, ആ കണ്ടൻറ് എടുക്കുന്ന ലെവലിലേക്ക് മാറി. എന്ത് കിട്ടിയാലും ട്രെൻഡിങ് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർക്ക് റീച്ച് കിട്ടുന്നുണ്ടോ, ആ റീച്ച് അങ്ങ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ ആലോചിക്കുകയാണ്, മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെയെല്ലാം വരുന്നുണ്ട്. എന്ത് മാധ്യമധർമ്മമാണ് ഇവർക്കുള്ളത്? കേവലം പിച്ചക്കാശിന് വേണ്ടിയിട്ട്, കേവലം കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ ടോക്സിക് ആക്കുകയാണ് ഇവിടുത്തെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അധികായന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു 1 മില്യൺ 2 മില്യൺ 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാകാം. ഇത്രയും ഫോളോവേഴ്സ് വരുമ്പം കുറച്ചുകൂടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും മൊറാലിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട, എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുക. ഇതുപോലെ ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങൾ, യൂസും ഇല്ലാത്തതാണെങ്കിൽ പോട്ടെ, സമൂഹത്തിനെ തെറ്റായ വഴിക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ ഒരു പണിയും ഇല്ലാത്ത കുറേ മലയാളികളും. റീസെൻ്റായിട്ട് വെറൈറ്റി മീഡിയയിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രമുഖനാണല്ലോ തൊപ്പി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, വളരെ വൾഗറായ രീതിയിൽ അദ്ദേഹം വന്നെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തി, ഗെയിമിംഗ് ഒക്കെ നടത്തി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റീസെൻ്റായിട്ട് പുള്ളിയുടെ ഇൻകം സ്റ്റാറ്റസ് ഒക്കെ പുള്ളി കാണിക്കുകയുണ്ടായി. കോടികളൊക്കെയാണ് വരുമാനം. ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. ഈ കോടികൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അടുത്ത കാര്യങ്ങൾ. ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഇവിടെ ഒക്കെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എല്ലാം. അതായത് ഇവൻ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം, നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഇൻ്റലിജൻസ് അടക്കം, നമ്മുടെ പണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ, ഇ ഡി അടക്കം ഒക്കെ കറപ്റ്റഡ് ആണ്. ആ സിസ്റ്റം മൊത്തം കറപ്റ്റഡായി കിടക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ മലയാളികൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് വേറൊരു വസ്തുതയാണ്. അതെന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പം ഞാൻ ആ പോയിന്റിലേക്ക് വരാം. തൊപ്പി എന്ന് പറയുന്ന ആളുടെ കൂടെ ഇതിനു മുമ്പും കുറേ അധികം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേയധികം അൺനെസസറി ആയിട്ടുള്ള ആളുകൾ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ അറിയാലോ, ഏത് ടൈപ്പിലുള്ള സംസാരങ്ങളാണ്, ഏത് ജോണലിലുള്ള ടോക്കാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ, വളരെ നല്ല കണ്ടൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു ചാനലായിരുന്നു വെറൈറ്റി മീഡിയ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു നമ്മുടെ നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു മീഡിയ അല്ലേ, അവർ കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ റീസെൻ്റായിട്ട് കണ്ടു. വളരെ വൾഗറായിട്ട് വേറെ ഒരു തെറ്റായ ആംഗിളിൽ നിന്നും വീഡിയോസ് എടുത്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് കണ്ടൻ്റാക്കി പൈസ സമ്പാദിക്കുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടു. എന്താണ് അവരുടെ മോട്ടീവ് എന്നറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സെലിബ്രിറ്റി സ്റ്റേജിൽ വരുമ്പം അവരുടെ എവിടെയാണോ ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗം, ഓക്കെ, ആ എക്സ്പോസ് ചെയ്യാതിരിക്കുന്ന ഭാഗം അത് അവർ എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ്. പല ആംഗിളിലും കയറി നോക്കി വീഡിയോ എടുത്ത് അതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ, മീഡിയാസിൽ ഇങ്ങനെ പമ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര വലിയ ക്രിമിനൽ കേസാണെന്നറിയോ? ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് വെറൈറ്റി മീഡിയയുടെ ഇതിലേക്ക് വരാം. കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പയ്യനാന്ന് തോന്നുന്നു, പ്രായപൂർത്തിയായി എന്നാണ് എൻ്റെ തോന്നൽ കണ്ടിട്ട്. നമുക്കറിയില്ല, എന്തായാലും അതൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനാണ്, മമ്മു എന്നാന്ന് തോന്നുന്നു അവൻ്റെ പേര്. കണ്ണൂരാണ്. ശരിക്കും കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ കേരളത്തിലെ. കാരണം ഇന്ന് രാഷ്ട്രീയത്തിലിരിക്കുന്ന അധികായന്മാർ മൊത്തം വന്നിട്ടുള്ളത് കണ്ണൂരാണ്. ഇന്ന് കേരള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ണൂരിലിരിക്കുന്ന ആളുകളാണ് അല്ലേ. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ നോക്കിയറിയാം, കണ്ണൂർ ബേസ് ചെയ്തിട്ടാണ് മൊത്തം വരുന്നത്.
അപ്പോൾ കണ്ണൂരിന് സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ അത്രയും ബാക്കപ്പുള്ള ഒരു ഒരു ജില്ലയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, എന്തിനും വളരെ ഭംഗിയായിട്ട് പ്രതികരിക്കുന്ന, നമ്മുടെ കേരളത്തിലെ ജില്ലകൾ എടുത്തു നോക്കിയാൽ അതിലേറ്റവും സ്ട്രോങ്ങും അതുപോലെ വളരെ കൂട്ടായ്മയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് കണ്ണൂർ. മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, അവിടെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് കണ്ണൂർ എന്ന് പറയുമ്പോൾ അത്രയും ഒരു പ്യുവറായിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ണൂരിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പം അത്രയും ഭംഗിയുള്ള ഒരു കണ്ണൂർ, ആ കണ്ണൂരിൽ നിന്നാണ് ഈ വേട്ടാവളിയൻ വന്നിരിക്കുന്നത്. ഇത് മമ്മു എന്ന് പറയുന്ന വേട്ടാവളിയൻ. എൻ്റെ ലാംഗ്വേജ് എനിക്ക് പ്ലീസ് മൈൻഡ് മൈ ലാംഗ്വേജ്, കാരണം ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ. അവൻ്റെ ഒരു പ്രകൃതം തന്നെ നോക്ക്, സൈഡിൽ മുടിയൊക്കെ ചുരണ്ടി മുകളിൽ മാത്രം വെച്ച്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ പെരുന്തച്ഛൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലുള്ള, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ബോഡി ഷേമിങ് ചെയ്യുന്നില്ല, അവരുടെ സ്റ്റൈലാകാം, എന്തോ ആയിക്കോട്ടെ. പഠിക്കേണ്ട പ്രായമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു +2 അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കേണ്ട ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ അവൻ കാണിക്കേണ്ട ഒരു മെച്യൂരിറ്റി ഉണ്ട്, ആ പ്രായത്തിൽ അവൻ കാണിക്കേണ്ട ഒരു ഡീസൻസി ഉണ്ട്. അതുപോലും ഇല്ലാത്ത ഒരു വേറെ വിധത്തിൽ അത്ഭുത ദ്വീപിലൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു സ്റ്റൈലിലൊക്കെ വെച്ച് നടക്കുന്ന ഒരു രാക്ഷസ രൂപമുള്ള ഒരു പയ്യൻ. ഓക്കെ, മമ്മു എന്നാണ് പേര്. കണ്ണൂരിൽ നിന്ന് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഖേദിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൻ വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്ത ഒരു ടോക്കിൽ പറയുകയാണ് അവൻ്റെ ഹോബീസിനെ പറ്റി. ഓക്കെ, അവൻ പറയുന്നു, അവൻ എന്തൊക്കെയോ പറഞ്ഞു വന്നതിന് ശേഷം പറയുന്നു, റോട്ടിൽ കൂടെ പോകുമ്പം ആ പെൺകുട്ടി അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ അവരെ ഓടിപ്പോയി അടിക്കുമെന്ന് പറയുന്നു. അത് അവതാരിക ചോദിക്കുകയാണ്, അങ്ങനെ അടിക്കുകയെ, എന്താണ് അതിൻ്റെ കാരണം? വളരെ ലാഘവത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അടുത്ത കാര്യം അവൻ വെളിപ്പെടുത്തുകയാണ്, അവൻ്റെ അടുത്ത ഹോബി അവൻ വെളിപ്പെടുത്തുകയാണ്. അവൻ കൂട്ടുകാരുമായിട്ട് അവൻ ഒളിഞ്ഞു നോക്കാൻ പോകാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൂട്ടുകാരുമായിട്ട് എവിടെയാണ് ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? ബാത്റൂമിൽ കുളിക്കുന്നതും ഒക്കെ ഒളിഞ്ഞു നോക്കാൻ പോകാറുണ്ടെന്ന്. അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ കൂട്ടുകാരും സംഘം ചേർന്ന്. അത് ഒരു തവണയല്ല, പല തവണയായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത്. എന്തൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ. ഇനി അതിലും മോശമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനൽ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ഉള്ളൊരു ചാനലായിരുന്നു. ആ ചാനലിലെ അവതാരിക അവൾ അതിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. ഒളിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീല്? ക്യൂരിയോസിറ്റി ആണോ, ആകാംക്ഷയാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുക. എവിടെ എത്തി സമൂഹം? ഞാൻ ആലോചിക്കുകയാണ്. അവൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ് അതിനകത്ത്. ആ വേട്ടാവളിയൻ പറയാണ് അവൻ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതാണ് അവൻ്റെ ഹോബി. ആ കൂട്ടുകാരെയും കൂട്ടിയിട്ട് അവൻ പോവുകയാണെന്ന് ഒളിഞ്ഞു നോക്കാൻ. ഓക്കെ, അത് ഇവർ ഈ മീഡിയ, ഈ വെറൈറ്റി മീഡിയ എന്ന് ചാനൽ അത് പ്രൊമോട്ട് ചെയ്യാണ്. അവനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട്, അവനെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കിക്കൊണ്ട് അവൻ്റെ ആ കഥ ഇവരങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് അതങ്ങ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. എന്തോ വലിയ കാര്യം കൊടുത്ത പോലെ. എത്ര മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ് വെറൈറ്റി മീഡിയ. മാധ്യമധർമ്മം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഏത് അയൽപ്പക്കത്തൂടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എത്ര മ്ലേച്ഛമായ, എത്ര മോശമായിട്ടുള്ള, എത്ര വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി മീഡിയ. ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. എത്രയോ ചാനലുണ്ട് ഇവിടെ ടോക്സിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് രീതിയിലാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇനി ഇതിൻ്റെ ഒരു ലീഗൽ വശങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവൻ വളരെ ഭംഗിയായിട്ട് പ്രൗഡായിട്ട് പറഞ്ഞു ഒളിഞ്ഞു നോക്കുന്നു. ആ മീഡിയ വളരെ പ്രൗഡായിട്ട് അതിലും ഭംഗിയായിട്ട് അതിനെ ബട്ടർ വെച്ച് റാപ്പ് ചെയ്ത് അത് നല്ല എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല മസാല പരുവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് അതിന് കിട്ടുന്നു. ഒരുപാട് ആളുകൾ അതിനെ റോസ്റ്റ് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ ലീഗൽ വശങ്ങൾ അറിയോ മോനെ നിനക്ക് എന്താണെന്നുള്ളത്? ഒരു 2K കിഡായിട്ടാണ് നിന്നെ കണക്കാക്കുന്നത് അല്ലേ. ഇപ്പം കുറേ 2K കിഡ്, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ, അത് അധിക കാലം ഉണ്ടാവില്ല. ഈ രീതിയിലാണ് നിങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരിക്കും, അല്ലെങ്കിൽ കോഴിമുട്ടയായിരിക്കും. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫ്യൂച്ചർ. എടാ, ഈ പ്രായത്തിൽ നീ പറയാണ് ഒളിഞ്ഞു നോക്കാൻ പോവാന്ന് പറയാണ്. പിടിക്കപ്പെടാത്ത നിൻ്റെ ഭാഗ്യം. ഒരു മീഡിയയുടെ മുന്നിൽ വെച്ച് നീ അത് പറയാണ്. ആ മീഡിയ ആ ന്യൂസ് അങ്ങ് പബ്ലിഷ് ചെയ്യാണ്. ഇത് എത്ര പേര് കാണുന്നുണ്ട്? ആബാലവൃദ്ധം ജനങ്ങൾ, ചെറിയ കുട്ടികളടക്കം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം, പ്രായപൂർത്തിയായ ആളുകളടക്കം, ഈ സമൂഹത്തിൽ അത്യാവശ്യം മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇതങ്ങ് വിളമ്പുകയാണ്. എന്താ പറയുക നിങ്ങളെ? ഈ ഒരു മാന്യമായ വാക്കുകളിൽ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല.
ഒരു മാന്യത കളഞ്ഞ് പറഞ്ഞാലും ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. 2K കിഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് പിതൃശൂന്യമായ കാര്യവും കാണിക്കാനുള്ള ഒരിടമല്ല സോഷ്യൽ മീഡിയ. 2K കിഡ് എന്ന് വെച്ചാൽ പിതൃശൂന്യമായ കാര്യങ്ങൾ കാണിക്കാനുള്ള ലൈസൻസ് അല്ല. എടാ, ഈ 2K എന്ന് പറയുന്നത് നാളെ ഒരു 10 വർഷം കഴിഞ്ഞാൽ നീയും മാറും, നിന്റെ അടുത്ത ജനറേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നിന്റെയൊക്കെ ഗതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് കേരള ജനത? അതിൻ്റെ ലീഗൽ വശങ്ങൾ അറിയോ? ഒളിഞ്ഞു നോട്ടം, അല്ലെങ്കിൽ പീപ്പിംഗ്, അല്ലെങ്കിൽ ഇവൻ കാണിച്ച ഈ വോയറിസം എന്ന് പറയുന്ന ഈ സംഭവം, ഇത് IPC 354 ഇന്ത്യൻ നിയമസംഹിത 354C പ്രകാരം 1 വർഷം മുതൽ 3 വർഷം വരെ 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ഇത് രണ്ടാമത് നീ ആവർത്തിച്ചു കഴിഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷം വരെ അല്ലെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന ശിക്ഷയാണ്. അതറിയോ നിനക്ക്? നീ പറഞ്ഞത് എത്ര വലിയ ക്രൈമാണെന്ന്. ഒരു വ്യക്തിയുടെ സ്വകാര്യത ഒളിഞ്ഞു നോക്കുക, അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി ഒഴിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി, അവരുടെ ഡ്രസ്സ് മാറുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് ഒരു വൈറസം 354C പ്രകാരം വലിയ ക്രിമിനൽ കുറ്റമാണ് മോനെ. നോൺ ബെയിലബിൾ ആയിട്ടുള്ള കുറ്റമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ വൈറലായിട്ടും പോലീസ് നിഷ്ക്രിയരായിട്ട് നോക്കിയിരിക്കുക. സ്വാട്ടോ പ്രകാരം അല്ലെങ്കിൽ സ്വയം കേസെടുക്കാൻ പോലീസിന് ഇക്കാര്യത്തിൽ അനുമതിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയൊരു സിറ്റിയായ, ഇത്രയും പ്രൗഡായിട്ടുള്ള സിറ്റിയായ കണ്ണൂരിൽ പല വീടുകളിലും ഇവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്, അത് അവൻ്റെ ഹോബിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും കേരളം ഭരിക്കുന്നത്, കേരളം ആഭ്യന്തരം ഭരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയായ നമ്മുടെ പിണറായി വിജയൻ പോലും എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പോലും നോക്കുകുത്തിയായിട്ട് നോക്കി നിൽക്കുക, ആഭ്യന്തരം പോലും നോക്കി നിൽക്കുകയാണ്. ഇത്തരം വൃത്തികേടുകൾ സ്വന്തം നാടിനെ പറ്റി പറഞ്ഞിട്ട് നാണമുണ്ടോ? പിടിച്ചു തൂക്കി അകത്തിട്. അവൻ്റെ ആരൊക്കെയാണോ ബാക്കിയുള്ള ആളുകൾ പിടിച്ചകത്തിട്. പ്രായപൂർത്തിയായില്ലെങ്കിൽ അത് പോസ്കോ പ്രകാരം കേസെടുത്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും, ജുവനൽ ഹോമിൽ കൊണ്ടുപോകും. ഇത്തരം 2K കിഡുകളൊന്നും വളർന്നു വന്നുകൂടാ. ഇത്തരം വേട്ടാവളിയന്മാരൊന്നും സമൂഹത്തിൽ ഈ രീതിയിൽ, ഈ മൈൻഡ് സെറ്റിൽ വളർന്നു വന്നുകൂടാ. ഇനി ഇത് പ്രചരിപ്പിച്ച ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ മനസ്കതയുള്ള ആ പ്ലാറ്റ്ഫോം, ആ ആങ്കർ. അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും വിവരമില്ലേ? നീയൊരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ? നീ ഒരു പെൺകുട്ടിയല്ലേ? നിന്റെ സ്വകാര്യതയിൽ ഇതുപോലെ ഇവൻ വന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കിയാൽ നീ ഇതേ മൈൻഡ് സെറ്റിലായിരിക്കുമോ പ്രതികരിക്കുക? അതോ ആ ഒരു ക്യൂരിയോസിറ്റി നിനക്കും ഉണ്ടാവുമോ? നാണമില്ലേ? ഒരു സമൂഹത്തിനോട് നിനക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? ഒരു പ്രതിബദ്ധതയില്ലേ? ആങ്കറെ, ഇത് പബ്ലിഷ് ചെയ്ത, ഇത് അപ്ലോഡ് ചെയ്ത ചാനൽ ഹെഡ് ആരാണോ, ഇതിൻ്റെ ചാനൽ എഡിറ്റേഴ്സ് ആരാണോ? നിങ്ങൾക്കില്ലടാ ഈ ലോകത്തിനോട്, ഈ ഒരു നാടിനോടൊരു കമ്മിറ്റ്മെൻറ്റ്. ആളുകളെ മണ്ടന്മാരാക്കുന്ന, ആളുകളെ കരിവാരി തേക്കുന്ന, ആളുകളെ വിഡ്ഢികളാക്കുന്ന, ആളുകളെ അപമാനിക്കുന്ന ഇത്തരം പരിപാടികൾ നിങ്ങൾക്ക് നിർത്തിക്കൂടെ? കട്ടപ്പാരയെടുത്ത് മോഷണത്തിന് പോയാലും നിനക്ക് പൈസ കിട്ടൂടാ. ഇതിലും ഭേദം അതാണ്. ഇത്തരം കണ്ടന്റുകൾ പ്രോത്സാഹിപ്പിച്ച് നീയൊന്നും സമൂഹത്തിൽ വലിയ മെസ്സേജ് ഒന്നും കൊടുക്കല്ലേ. ഇത്തരം ചാനലുകളൊന്നും വളരാൻ അനുവദിച്ചുകൂടാ. മലയാളികൾ ഇതിനെ പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് എന്ന ലെവലിലേക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളുണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന ലെവലിലേക്ക്, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്കറിയാലോ. യൂട്യൂബ് തുറന്നാൽ എത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പം ഫോക്കസ് വരുന്നത്. അൺനെസസറി ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ മീഡിയക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? IT ആക്ട് സെക്ഷൻ 66E എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് വയലേഷൻ ഓഫ് പ്രൈവസി, പ്രൈവറ്റ് പാർട്ട്, അല്ലെങ്കിൽ ആക്ട് ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കുക അല്ല പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് 3 വർഷം തടവും 2 ലക്ഷം രൂപയോളം പിഴയും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ IT ആക്ട് സെക്ഷൻ 67 പബ്ലിഷിംഗ് ഒബ്സെൻസ് കണ്ടന്റ് ഇലക്ട്രോണിക്കലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അറിയോ? 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ 5 to
10 വർഷം നിങ്ങൾ കിടക്കേണ്ടതായിട്ടും അതിനനുസരിച്ചുള്ള പിഴയും നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ ഒന്ന് അഡ്വക്കേറ്റുമായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ അറിയാം എത്രത്തോളം വലിയ ക്രൈമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന്. അതുമാത്രമല്ല മക്കളെ, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ചെറ്റത്തരം കാണിക്കാൻ, ഈ തെണ്ടിത്തരം കാണിക്കാൻ, ഈ പിതൃശൂനിത്തരം കാണിക്കാൻ നിങ്ങളെ ഏബിളാക്കിയ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സാധനം കട്ടായി പോവും. പിന്നെ ഇറങ്ങേണ്ടി വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടപ്പാര എടുത്തിട്ട് മോഷണത്തിന്. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര വലിയ ക്രൈമാണ് അത് ചെയ്തവനും അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്ത ആളുകളും തമ്മിൽ ചെയ്തിരിക്കുന്നത്. ഡിഫമേഷൻ IPC 499/500 പബ്ലിക്കായി അപമാനിക്കപ്പെട്ടാൽ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കണ്ണൂരിലെ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൻ ഒളിഞ്ഞു നോക്കിയത് ആരെയാണോ അവരുടെ പ്രൈവസി അവരപമാനിക്കപ്പെട്ടതിന് തുല്യമാണ്. അതവൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങളത് ആ കണ്ടന്റ് നിങ്ങൾ ഷെയർ ചെയ്തു. നോൺ ബെയിലബിൾ ആയിട്ട് 2 years അകത്ത് കിടക്കേണ്ടി വരും. ഇതിൻ്റെ ആങ്കറും ഈ പറഞ്ഞ പോലെ എഡിറ്ററും ഇതിൻ്റെ ആരാണോ ഓണേഴ്സ് അവരും. ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ പിഴയടക്കേണ്ടി വരും. നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും. ഇതിനൊക്കെ ഈ നാട്ടിൽ നിയമങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല 2K കിഡ് ഈ പാൽക്കുപ്പികൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന്. എടോ, സമൂഹത്തിൽ ഇതിനു മുമ്പും ജീവിച്ച് വന്നിട്ടുള്ള ആളുകളുണ്ട്. 80s കിഡുണ്ട്, 90s കിഡുണ്ട്, 20s കിഡുണ്ട്. 2K കിഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനും ബാക്കിയുള്ളവർ മെക്കിട്ട് കയറാനും എന്ത് ചെറ്റത്തരവും കാണിക്കാനും ഉള്ള ലൈസൻസ് അല്ല. നിങ്ങൾ കൂടി വന്നാൽ ഈ 2K എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകാം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം വന്നിരിക്കുന്ന കാലഘട്ടമാണ്. മര്യാദയ്ക്കല്ലെങ്കിൽ നിങ്ങളുടെ ആ തലച്ചോറ് പോലും ഈ നാടിന് വേണ്ട. അതൊക്കെ ഏറ്റെടുക്കാൻ ഓൾറെഡി കമ്പ്യൂട്ടർ റെഡിയായിട്ടുണ്ട്. നിങ്ങളെന്നും ഈ 16 വയസ്സിലും 18 വയസ്സിലും ഇരിക്കില്ല. കാലം ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞ ഈ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ എന്നും കാണും. റിയാക്ട് ചെയ്ത ഈ കാര്യം എന്നും കാണും. നിന്റെ ഫ്യൂച്ചറിൽ ഒരു മാരേജ് അല്ലെങ്കിൽ നീ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിനക്ക് അഭിമാനമാകുമോ അപമാനമാകുമോ? നിന്നെ ചെലവിന് കൊടുത്ത് രാവിലെയും വൈകുന്നേരം ഊട്ടുന്ന നിന്റെ വീട്ടിലുള്ള ആളുകളുണ്ടല്ലോ, അവരെന്താണ് നിന്നെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൗഡാണോ മോൻ ബാക്കിയുള്ളവരുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എക്സൈറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ, ആ മമ്മു എന്ന് പറയുന്ന പയ്യൻ്റെ തന്തയും തള്ളയും അങ്ങനെ തന്നെ പറയണം. പ്രൗഡാണോ? നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനെ സമൂഹത്തിൽ ജനിപ്പിച്ചു വിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ? നാണമുണ്ടോ പാരൻസ്? ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ, 2K കിഡ് മാത്രമല്ല കേരളത്തിലുള്ളത്. ഇവിടെ 80s-ലും 90s-ലും 20s-ലൊക്കെ ജനിച്ച ആളുകളുണ്ട്. അവരൊന്നും ഇത്തരം പരിപാടികളിലേക്ക് ഇറങ്ങാറില്ല. നിന്നെപ്പോലെ ഇത്തരം കാര്യങ്ങൾ അലങ്കാരമായി കൊണ്ട് നടക്കാറില്ല. ഇത്തരം കേസിന് എവിടെയെങ്കിലും കണ്ടാൽ അടിച്ച് കഴുത്ത് തിരിച്ചു കളയും. അതാണ് ഇനി ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു കണ്ണൂരിലെ ജനങ്ങൾക്ക് ഉശിരുണ്ടെങ്കിൽ, കണ്ണൂരിലെ ജനങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ ഈ പറഞ്ഞവനെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പനിഷ്മെൻറ്റ് കൊടുക്കണം. ആ പനിഷ്മെൻറ്റ് ഇനിയുള്ള ഇതുപോലുള്ള പിതൃശൂനിത്തരം കാണിക്കുന്ന എല്ലാ 2K കിഡ്സിനും, എല്ലാ ആളുകൾക്കും അത് ഒരു മാതൃകയായിരിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കണ്ടന്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ അഭിമാനമായിട്ട് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് പിച്ചക്കാശ് വാങ്ങുന്ന, തെണ്ടി തിന്നാൻ പോലും യോഗ്യതയില്ലാത്ത മീഡിയാസിനെ ബാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ, അതിനുള്ള നടപടികൾ കൂടെ എടുക്കണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും കണ്ണൂർ ജനതയ്ക്ക് അഭിമാനമുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കണം. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാനുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കോൺസിക്വൻസസ്. ഈ പറഞ്ഞ മമ്മുവും അവൻ്റെ പേരൻസും ഈ പറഞ്ഞ ചാനലും ഇത്തരം ചാനൽസും
ഫേസ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അഭിമാനം വിട്ടിട്ട് മലയാളി ജീവിച്ചിട്ടില്ലടാ. ലോകത്തെല്ലാ ഭാഗത്ത്, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, ലോകത്തിലെ എത്ര വലിയ കമ്പനീസ് എടുത്താലും, എത്ര വലിയ മൾട്ടിനാഷണൽ കമ്പനി എടുത്താലും, എത്ര വലിയ രാജ്യങ്ങളെടുത്താലും, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെടുത്താലും, അവിടെയെല്ലാം മലയാളി എന്ന് പറയുന്നത് അഭിമാനമായി നിൽക്കുന്ന ഒന്നാണ്. നിന്നെപ്പോലുള്ള 2K കിഡ്സ് വളർന്നു വരുന്ന വേട്ടാവളിയന്മാർ അത് തകർക്കാൻ ഒരിക്കലും അഭിമാനമുള്ള മലയാളി സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത്തരം കണ്ടന്റുകൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ ചാനൽ ഒഴിവാക്കുക. ഇത്തരം കണ്ടന്റ് പ്രചരിപ്പിച്ച ഈ ചാനലിനെതിരെയും ഈ ഒരു ചെക്കനെതിരെയും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നടപടിയെടുക്കുക. പോലീസിന് കേസെടുക്കാനുള്ള ഇതുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെതിരെ ആരാണോ നിങ്ങളുടെ കണ്ണൂരുകാർ, അഭിമാനമുള്ള കണ്ണൂരുകാരുണ്ടെങ്കിൽ കേസ് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.